Sunny Gutta. Hello, how are you? Good. എന്തുണ്ട് വിശേഷം? Good, very good. Yes, പറയൂ. റാസൽ ഖൈമ എന്നുള്ള യാത്ര, അതും ഈ മനോഹരമായൊരു കാർ എത്ര മണിക്കൂർ എടുത്തു? സത്യം പറയണം. അല്ല, സത്യമായിട്ട് 2 മണിക്കൂർ എടുത്തു. സത്യം 2 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു കൊറോള യാരിസ് ആ ഒരു ടൈമല്ലേ ആവുന്നുള്ളൂ. ആണ്. സ്പീഡിൽ പോകാറില്ല പൊതുവെ. സ്പീഡിൽ പോയതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു സാധനം കാരണമാണ് ഞാൻ മനഃപൂർവ്വം 2 മണിക്കൂർ എടുത്തു. നമുക്ക് ആൾക്കാരുടെ അടുത്ത് ഇത് ആരാണ് എന്താണെന്നെല്ലാം പറയാം. അപ്പോ ഇത് ശ്രാവൺ മുകേഷ്, ഡോക്ടറാണ് റാസൽ ഖൈമയിലെ, എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. പറഞ്ഞോളൂ ബാക്കി. ഇനി അതെ, ആൾക്കാർ അറിയട്ടെ, ഒരു സിനിമാ നടനാണ്. അല്ല, ഇവൻ എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഡോക്ടറാണ്. റാസൽ ഖൈമ റാക്ക് ഹോസ്പിറ്റൽ എമർജൻസിയിലാണ് ജോലി ചെയ്യുന്നത്. അതെ, ഒരു സിനിമ ചെയ്തു. ഇനി സിനിമകൾ വരുന്നുണ്ട്, നോക്കാം. പിന്നെ കാറിലേക്ക് കിടക്കാം നമുക്ക്. യെസ്, ഓഫ് കോഴ്സ്. സണി, യെസ്, ഇതാണോ ആദ്യത്തെ വണ്ടി? അല്ല, ഇതല്ല എൻ്റെ ആദ്യത്തെ വണ്ടി. എൻ്റെ ആദ്യത്തെ വണ്ടി BMW 5 സീരീസ് ആയിരുന്നു. BMW 5 സീരീസ് ഏത് ഇയറിലാണ്? അത് 2012-ലാണ്. 2012-ലാണ്, if I'm not mistaken. Yeah, 2012-ലാണ് എൻ്റെ ഫസ്റ്റ് കാർ. മോഡിഫൈ ചെയ്തിട്ടുണ്ടോ അതോ ഒരു ഇല്ല, ആ സമയത്ത് എനിക്ക് ആവശ്യമുണ്ട് കാറിനുള്ളൊരു ആവശ്യത്തിന് വേണ്ടി, അതുകൊണ്ട് അങ്ങനെ മേടിച്ചതാണ്. നല്ല ഒരു പ്രൈസ് കിട്ടിയപ്പം ഞാൻ എടുത്ത വണ്ടിയാണ്. എങ്ങനെ കാറിൻ്റെ ഈ ഒരു മോഡിഫിക്കേഷൻ വരെ എത്തിയത്? മോഡിഫിക്കേഷൻ ഇപ്പം ഈ വണ്ടി സ്പെസിഫിക്കലി പറഞ്ഞാൽ GT-R എൻ്റെ ഡ്രീം കാറാണ്. അതായത് ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ന്യൂസിലൻഡ്, ഐ ഡിഡ് മൈ ഇയർ 13. അപ്പം 2010 ആ ടൈമിലാണ് ഇറങ്ങിയ R35, ദ ഫസ്റ്റ് മോഡൽ ഓഫ് R35. അപ്പോൾ തൊട്ട് എനിക്ക് ക്രേസ് ആണ് GT-R. ഇതിലേക്ക് എത്തുന്നതിന് മുന്നേ എത്ര കാറുകൾ വാങ്ങി? അങ്ങനെ കുറയൊന്നുമില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് കിട്ടുന്ന രീതിയിൽ കുറച്ചധികം. ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് ഡോട്ട് ചലഞ്ചർ, അതിലും ഒരു വളരെയധികം മോഡിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം നടത്തിയതല്ല. അത്രയും മോഡിഫിക്കേഷൻ ഒന്നല്ല. എന്തെല്ലാമായിരുന്നു അത്? ഇറ്റ് വാസ് എ ഡോട്ട് ചലഞ്ചർ സ്കാറ്റ് പാക്ക് SRT. ഓക്കെ, 6.4 ലിറ്റർ. ഞാൻ ജസ്റ്റ് ബോഡി കിറ്റ്, എക്സോസ്റ്റ് സിസ്റ്റം, അത് മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ. എഞ്ചിനും അങ്ങനെ ഒന്നും ഞാൻ തൊട്ടിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു ഒരു ഡ്രീം കാർ. ഇതാണ് എൻ്റെ ഡ്രീം കാർ. ഇത് കഴിഞ്ഞിനി ഒരു വണ്ടി ഉണ്ടോ? അത് ആദ്യം ഇത് ഉപയോഗിക്കട്ടെ. ഇപ്പൊ മേടിച്ചതേ ഉള്ളൂ. മേടിച്ചിട്ട് ഇപ്പോൾ ഒരു മാസമായി. 1 മന്ത് ആയിട്ടോ? ഒരു മാസം. വീട്ടിലൊക്കെ എങ്ങനെയാ സപ്പോർട്ടും കാര്യങ്ങളും? ഈ വണ്ടിയുടെ കാര്യമാണോ അതോ പൊതുവെ വണ്ടിയുടെ കാര്യം? അല്ല, ഈ വണ്ടിയുടെ ഒരു കാര്യം. ഈ വണ്ടി ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ആ ഒരു സത്യം എല്ലാവരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയാനുള്ള മെയിൻ കാര്യം. ഇത് വീട്ടിലറിയാവോ ഇല്ലയോ? വീട്ടിലറിയാതെ വാങ്ങിച്ചിട്ടുള്ള ഒരു വണ്ടിയാണത്. അതെന്തായാലും അറിയും. ഈ ഒരു ഷോയിലൂടെ എന്തായാലും ജനങ്ങളും അറിയും, വീട്ടിലും അറിയും. ബ്രോ, എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? ലൈക്ക് ഐ നോ ഇറ്റ്സ് GT-R, യു സ്പെൻഡ് എ ലോട്ട്, ബട്ട് എന്താണൊരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് ഈ വണ്ടിയിൽ? ഇപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഇത് GT-R Alpha 7+ പാക്കേജ് ആണ് ഇതിനകത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. 7+ പാക്കേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് 575 ഹോഴ്സ് പവർ ആണ്. ഓക്കെ, അപ്പോൾ വിത്ത് ദിസ് പാക്കേജ് ഇറ്റ് ഇൻക്ലൂഡ്സ് ബ്ലോ ഓഫ് വാൽവ്, ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ്, എല്ലാം, ഇന്റർകൂളർ എല്ലാം കൂടി അതൊരു പാക്കേജ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ഹോഴ്സ് പവർ ടു 750 ഹോഴ്സ് പവർ. 750 ഹോഴ്സ് പവർ. ഇതിന് മുന്നേ പറഞ്ഞു നിർത്തിയ ഒരു കഥ ഒന്ന് പറയാമോ? എന്താണ് ഇതിന് മുന്നേ കിട്ടിയത്? ഫൈനാണോ? പൊതുവെ ഫൈൻ കിട്ടാറ് ഇല്ല. പൊതുവെ സത്യം പറഞ്ഞാൽ ഞാൻ 9 years ആയി ഇവിടെ UAE-യിൽ. അപ്പം 9 years ആയിട്ട് ലൈസൻസും ഉണ്ട്. പക്ഷേ സ്പീഡിങ് ഫൈൻ അത്രയും കിട്ടിയിട്ടില്ല എനിക്ക്. പൊതുവെ പാർക്കിംഗ് ഫൈനാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഫൈൻ അടയ്ക്കുന്ന സമയത്തും പോലീസുകാരിങ്ങനെ പുച്ഛിച്ചൊക്കെ നോക്കും, ഇതെന്തോന്നാ ഈ വണ്ടിയിലാണോ സ്പീഡിങ് ഫൈൻ വന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് GT-R മേടിച്ച് വിതിൻ 1 month. അപ്പോൾ ആ ഒരു പരിഭവം തീർത്തതാണോ GT-R മേടിച്ചപ്പോൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്? എന്ത് ചെയ്യാനാ, അങ്ങനെയാണ്. അതായത് എൻ്റെ ഓൺ കോൾ ആണല്ലോ, എമർജൻസി ഡോക്ടേഴ്സ് ഓൺ കോൾ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കേസ് അനുസരിച്ച്, അപ്പോൾ അങ്ങനെയുള്ളൊരു ജോലി ചെയ്യുമ്പോൾ, ഇത്തരത്തിലുള്ളൊരു കാറായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ, ഐ നോ ഇറ്റ്സ് എ ലൗഡ് കാർ, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. അതിലെന്തെങ്കിലും ചെറിയൊരു കാര്യം? അതെന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇതിന്റെ എക്സോസ്റ്റ് HKS ആക്കി മാറ്റി. ആദ്യം ബോട്ട് ഇറ്റ് വാസ് ബൂസ്റ്റ് ലോജിക്. ബൂസ്റ്റ് ലോജിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദമുള്ളതാണ്. അതായത് ഒരു ദിവസം ഞാൻ മേടിച്ച ഉടനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, ഞാൻ ലേറ്റ് ആയി ഒന്ന് പഞ്ചിൻ ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ എമർജൻസി എൻട്രൻസിന്റെ മുമ്പിൽ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തിട്ട് പഞ്ചിൻ ചെയ്യാൻ വേണ്ടി പോയപ്പം
ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എല്ലാവരും പുറത്ത് നിൽക്കുമായിരുന്നു. അതായത് ഇതിന്റെ ശബ്ദം കാരണം എമർജൻസി വാർഡിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെയുള്ളൊരു വണ്ടി നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് നോക്കും പോരട്ടെ. അതാണ്. അപ്പൊ ഭയങ്കര ശബ്ദമായിരുന്നു. അപ്പൊ ആൾക്കാർ വിചാരിച്ച് ഈ ഹെലികോപ്റ്റർ നമ്മുടെ ഹെലിപാഡൊക്കെ ഉണ്ടല്ലോ പേഷ്യൻസിന്റെ, അത് കേട്ടിട്ടായിരിക്കും എല്ലാവരും വന്നതെന്നാണ് എല്ലാവരും വിചാരിച്ചത്. അപ്പൊ അത് മുതൽ എന്റെ ആൾക്കാരൊക്കെ പറഞ്ഞു, ഹോസ്പിറ്റൽ സ്റ്റാഫൊക്കെ പറഞ്ഞു ഇത് നടക്കില്ല, ഇനി ഈ വണ്ടിയായിട്ട് ഈ വഴി പാർക്ക് ചെയ്തിട്ട് നടന്നു വന്നാലും മതി, ഇതായിട്ട് അതിനുശേഷം എക്സോസ്റ്റ് ചേഞ്ച്, അതിന്റെ ശേഷമാണ് ഞാൻ എക്സോസ്റ്റ് സിസ്റ്റം. അതുപോലെ വേറെ എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടോ അതോ ഇത്രയൊക്കെ ഉള്ളൂ? ഇതിന്റെ ബോഡി കിറ്റ് നിസ്മോ ബോഡി കിറ്റ് ആണോ? Yes, that's right. നിസ്മോ ബോഡി കിറ്റ് ആണ് കേട്ടിട്ടുള്ളത്, which includes the front, side skirt, spoiler എല്ലാം കംപ്ലീറ്റ്ലി നിസ്മോ, ഇൻക്ലൂഡിങ് ദ ഹുഡ് ഓൾസോ. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ആൽഫ 7+ പാക്കേജ്, അതേപോലെ ആൽഫ 10 ഉണ്ട്, ആൽഫ 12 ഉണ്ട്, ഒമേഗ ഉണ്ട്, ഇങ്ങനെ പല പല ഇതുണ്ട്. പക്ഷേ മാക്സിമം വിച്ച് ക്യാൻ ബി ഡൺ ഓൺ സ്റ്റോക്ക് എഞ്ചിൻ ആണ് ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്, വിച്ച് ഇസ് ആൽഫ 7+ പാക്കേജ്. ഈ ഹുഡിന് എന്തെങ്കിലും പ്രത്യേകത? ഹുഡിന് ഇറ്റ് ഈസ് നിസ്മോ ഹുഡാണ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ മേടിച്ചു. This includes the different kinds of air vent as well as the hood pins. ഈ ഹുഡ് പിൻ ഒരു പ്രത്യേകത ഉള്ളതാണ്. ഈ ഹുഡ് പിൻ എന്ന് പറഞ്ഞാൽ എല്ലാം മിക്ക ഫാസ്റ്റ് കാർസ്, മിക്ക സ്പോർട്സ് കാർസിലും ഉള്ളതാണ്. അതായത് ഈ സ്റ്റെബിലിറ്റിയും, പിന്നെ അത് മാത്രമല്ല ഇറ്റ് വിൽ വാട്ട് യു സേ വിൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഹുഡ് പറന്നു പോകും ചിലപ്പോൾ ഒക്കെ. ഇതാണ് ആൾക്കാർ പറയുന്നത്. അത് മാത്രമല്ല ഈ പറക്കാനുള്ള രീതിയിൽ ട്രാക്കിൽ ഇറക്കാൻ എപ്പോഴെങ്കിലും താല്പര്യമുണ്ടോ? അതിനുവേണ്ടിയാണ് ഞാൻ ഇത് മേടിച്ചത്. അല്ലാതെ നമ്മൾ അത്രയും സ്പീഡിൽ പോകുന്ന അങ്ങനത്തെ ഒന്നും റൂൾസ് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. ഫൈൻ കിട്ടിയെന്ന് കുറച്ചു നേരം മുന്നേ പറഞ്ഞിരുന്നു. ആ കഥ എന്തെന്ന് വെച്ചാൽ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ എമർജൻസിയിൽ. അപ്പം അങ്ങനെ ഞാൻ ഇത് അറിയാതെ ക്യാമറ ഒന്നും നോക്കാതെ, ഹിഡൻ ക്യാമറ ആയിരിക്കും അല്ലാതെ, അങ്ങനെ ഞാൻ പോയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 60 സോണിലാണ്. വലിയ സ്പീഡിലായിരുന്നോ അതോ? അത്രയും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഞാനൊന്ന് അതൊന്നും നോക്കിയില്ല ഞാൻ, അതാ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എല്ലാം 60യുടെ അടിയിലാണ് പോകുന്നത്. 60ക്ക് താഴെയാണ് ഓടിക്കുന്നത്. ഇത്രയും സമയം ഒരു നിസാൻ GT-R ഇത്രയും പണിതിട്ട് 60ക്ക് താഴെയാണ് ഓടിക്കുന്നത്. എന്ത് ചെയ്യാനാ, ചെലവാകുന്നുണ്ടല്ലോ. നാട്ടിൽ കൊണ്ടുപോകാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നാട്ടിലെ പതുക്കെ ഇവിടെ ഒന്ന് ഓടിച്ച്, അല്ല നാട്ടിൽ കൊണ്ടുപോയിട്ട് ഇനി MVDയും കൂടി പിടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാവും. അപ്പൊ പിന്നെ പൂർത്തി അവിടെ തന്നെ വെച്ചിട്ട് വരാം. ബ്രോ, എനിക്കിതിന്റെ വീല് ഞാൻ ഫസ്റ്റ് നോട്ടീസ് ചെയ്ത ഒരു കാര്യമാണ് ഇതിന്റെ വീല്. അതായത് ഈ വീലിനെ പറ്റി ഞാൻ മേടിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിച്ചത് സത്യം പറഞ്ഞാൽ. ഐ ഗോട്ട് ദിസ് വീൽസ് വിത്ത് ദ കാർ വെൻ ഐ ബോട്ട് ഇറ്റ്. ഇറ്റ്സ് എ വോക്ക് റേസിംഗ് റിംസ്, ജപ്പാനിൽ നിന്നാണ്. അപ്പം ഈ വീൽസ് എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യം എൻ്റെ SRT-യിലൊക്കെ ആണെങ്കിൽ 23 ഇഞ്ച് വീൽസ് ഒക്കെ ആയിരുന്നു. അപ്പം ദാറ്റ് ലുക്സ്, അതെ, ഞാൻ ആ ഡോഡ്ജിൽ കണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റൈൽ അല്ല ബ്രോയുടെ ഈ ഒരു വണ്ടിയിലേക്ക് വന്നപ്പോൾ. കാരണം വളരെയധികം ഓപ്ഷനുകളുള്ള ഒരു കാറാണ്, അൺലിമിറ്റഡ് മോഡിഫിക്കേഷൻ ടാഗ് കൊണ്ടുനടക്കുന്ന ഒരു വണ്ടിയാണ് നിസാൻ GT-R. അങ്ങനെയുള്ള ഒരു കാറിൽ ബ്രോ ഇങ്ങനെ ഒരു വീല് വന്നപ്പോൾ ഐ വാസ് ലൈക്ക്, അതാണ് ഇത് സത്യം പറഞ്ഞാൽ ഇത് റേസിംഗ് വീൽസ് ആണ്, പെർഫോമൻസ് വീൽസ് ആണ്. സോ ദാറ്റ്സ് വാട്ട് ഞാൻ സത്യം വിചാരിച്ചു ഇത് മേടിച്ച ഉടനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് പുതിയ ഒരു 2 പീസിലേക്കോ. പിന്നെ എന്റെ ഫ്രണ്ട്സ് ആണ് പറഞ്ഞത് ഇത് ഒരിക്കലും വിൽക്കരുത്, ദിസ് ഇസ് വെരി ഗുഡ്, വെരി ഗുഡ് പെർഫോമൻസ് വീൽസ് ആണ്. അതുകൊണ്ട് ഐ ജസ്റ്റ് കെപ്റ്റ് ദിസ്. ടയേഴ്സ് ഓൾസോ ഐ ചേഞ്ച്ഡ്. This is Michelin Pilot 4S tires. ഇതിന്റെ സ്റ്റോക്ക് എന്തെന്ന് വെച്ചാൽ ഫ്രണ്ടിലെ 235s ആണ് വരുന്നത്, റെയറിലെ 285s ആണ്. അപ്പം ഞാൻ ഫ്രണ്ടിലെ 295s ആണ് വെച്ചത്, ആൻഡ് റെയർ ഇസ് 315. സോ വിത്ത് കൂടുതലാണ്, മോർ ദാൻ ഫോർ മോർ സ്റ്റെബിലിറ്റി ആസ് വെൽ. ഈ കാർബൺ ഫൈബർ ഫുൾ ബാക്ക് വരെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടല്ലോ. എനിക്കിപ്പോൾ ഇതിന്റെ സൈഡ്സിൽ കാണാം, മിററിൽ ഉണ്ട്, അതേപോലെ തന്നെ ഡോർ ഹാൻഡിൽസ്. ഇതെല്ലാം ആ ഒരു പാക്കിൽ വരുന്നതാണോ അതോ? ഇതെല്ലാം നിസ്മോ കിറ്റ് ആണ്, പക്ഷെ സ്റ്റോക്കിലും ഇങ്ങനെ വരുന്നുണ്ട്. കാർബൺ ഫൈബർ കിറ്റ് ആണ് സ്റ്റോക്കിലും വരുന്നത്. ഇത്രയും കാർബൺ ഫൈബർ. പക്ഷെ നിസ്മോയിൽ ഈ റെഡ് ലൈനും ഇതൊക്കെ ഉണ്ട്, സ്റ്റിക്കേഴ്സ്, ഇങ്ങനത്തെ എക്സ്ട്രാ എഡിഷൻസ് ഉണ്ട്. ടയേഴ്സ് വരുന്നത് സെമീസിലേക്കല്ലേ? സെമിസ്ലിക്കാണ് വരുന്നത്. പക്ഷെ ഞാൻ മേടിച്ചിട്ടത് മിഷലിൻ പൈലറ്റ് 4 ബിക്കോസ് ഓഫ് മോർ കംഫർട്ട് ഓൾസോ. ഇതെന്റെ ഡെയിലി ഡ്രൈവർ ആണ്. I don't have any other car as of now. So അതുകൊണ്ടാണ് ഞാൻ. പിന്നെ ഇതിന്റെ ഹാൻഡിലിനെ പറ്റി പ്രത്യേകം പറയുകയാണെങ്കിലും they have made it according to the aerodynamic way. ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഹാൻഡിലാണെങ്കിൽ it interferes with the wind movement. അതാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. about GT-R. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയാണ് തുറക്കുന്നത്. എത്ര കൊല്ലമായിട്ടാണ് ഈ GT-R നോടുള്ള പ്രാന്ത്? പറഞ്ഞില്ലേ 10 വർഷം.
ആദ്യമായിട്ട് കണ്ടത് ന്യൂസിലാൻഡിൽ വെച്ചിട്ടായിരുന്നു ആദ്യം റിലീസ് ചെയ്തപ്പോൾ ഞാൻ കണ്ട്. അപ്പോൾ തൊട്ട് ഞാൻ സ്കൂളിൽ നടന്നു പോകുമ്പോഴും ഞാൻ എപ്പോഴും എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയായിരുന്നു ഇത്. ഈ ഒരു ഭംഗി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് സത്യമാണ്. അപ്പോൾ കാറിലേക്ക് എത്താൻ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഓരോ എപ്പിസോഡിലും നമ്മൾ ഓരോ കാറിൻ്റെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും അവർക്കൊരു സ്റ്റോറി ഉണ്ട്. ഞാനൊരു എന്താ പറയുക, ചിലർ പറയും ഇപ്പോൾ ഞാൻ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവി കണ്ടതിന് ശേഷം എനിക്കൊരു കാർ വാങ്ങണം എന്ന് തോന്നിയത്. അല്ലെങ്കിൽ എല്ലാവർക്കും ആരെങ്കിലും ഉണ്ടോ? ചിലർ പറയും ഇപ്പോൾ എനിക്ക് എൻ്റെ ഫാദറിനെ കണ്ടിട്ടാണ് എനിക്ക് കാറിനോടുള്ള ഒരു ഭ്രാന്ത് തോന്നുന്നത്. ബ്രോക്ക് ആരാണ്? അച്ഛന് കാറിനോട് താല്പര്യമുണ്ടോ അതോ വീട്ടിൽ വേറെ ആർക്കെങ്കിലും? അല്ല, എനിക്ക് സത്യം മുതൽ ഫ്രം ബിഗിനിങ് എൻ്റെ ഇൻട്രസ്റ്റ് ഓഫ് കാർസ് ഇറ്റ് ഓൾ ദ മെയിൻ ഇൻഫ്ലുവൻസർ ഇൻ കാർസ് ഈസ് മമ്മൂട്ടിയാണ്. മമ്മൂക്ക കാറുകളുടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ മമ്മൂക്ക തന്നെയാണ് ഇവിടെ ആള്. ആണ്. കാരണം ഞാൻ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ ആ സമയത്തൊക്കെ പോകുമ്പം പുള്ളിക്കാരൻ്റെ മമ്മൂട്ടികളുടെ കയ്യിൽ എപ്പോഴും പുതിയ വണ്ടികളായിരിക്കും. അതായത് ചിലപ്പോൾ ആ ഷോറൂം പോലും ഉണ്ടാവില്ല, അങ്ങനത്തെ വണ്ടികളൊക്കെയാണ്. അപ്പം കാർ കഥകൾ പറഞ്ഞാൽ തീരാത്തതാണ്. അതാണ് ഈ ഒരു കാർ ക്രേസ്. ഈ നമ്പറിലും അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്പർ സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ പേരൻസിന്റെ ഇൻഫ്ലുവൻസ് ആണ്. അതായത് എൻ്റെ അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. അച്ഛൻ്റെ നമ്പറിലാണ്. അതായത് ഏത് വണ്ടിയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഈ നമ്പർ ഇട്ടാൽ നീ മരിക്കില്ല എന്നാണ് അച്ഛൻ്റെ വിശ്വാസം. അതെനിക്കറിഞ്ഞൂടാ, ആരും ട്രോളരുത്, അതാണ് വിശ്വാസമാണ്. അതെല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് അച്ഛൻ്റെ പ്രത്യേകിച്ച് അങ്ങനെയാണ്. പക്ഷെ ഈ റാസൽ ഖൈമയുടെ പുതിയ നമ്പർ പ്ലേറ്റ് ജസ്റ്റ് ഫാബ് ആണ്. ആ വണ്ടിയുടെ ആ ഒരു ഭംഗി കൂടി കൂട്ടുകയാണ് നമ്പർ പ്ലേറ്റ്. അത് ഈയിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ വർഷം ഇറക്കിയതാണെന്ന് തോന്നുന്നു. ഈ ഒരു ഞാനും റീസെന്റ് ഒരു 4 months ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഈ ഒരു നമ്പർ പ്ലേറ്റ് ദുബായിൽ കണ്ടു തുടങ്ങിയിട്ട്. വളരെ ഫാൻസി ആയിട്ടുള്ളൊരു അതാണ്. മമ്മൂക്കയെ കണ്ടു, കാറിലേക്കുള്ള ഭ്രാന്ത് വന്നു. അന്നും ഇതുപോലൊരു GT-Rനോടൊരു താല്പര്യം ഇല്ല. അന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു GT-Rന് കാറുകളെ പറ്റിയിട്ടുള്ളൊരു. അത്രയും ഡെപ്ത് അല്ലല്ലോ ഇപ്പം. നമ്മളിപ്പം എന്ന് പറഞ്ഞാൽ ഓക്കെ മോഡിഫിക്കേഷൻ ആയാലും ശരി, എന്താണെങ്കിലും ശരി. ഇപ്പം ഫോർ എക്സാമ്പിൾ ട്വിൻ ടർബോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടി പോകുമ്പം ഇറ്റ്സ് നോട്ട് ഓൺലി ദാറ്റ്, അതിന് അറ്റാച്ച്ഡ് കുറേ കാര്യങ്ങളുണ്ട് അറ്റാച്ച് ചെയ്യാൻ, അതായത് ടു ഫിക്സ് ഇൻ ദ കാർ. സോ വി നീഡ് ടു ഗെറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് എ മണി ടു ഇൻവെസ്റ്റ് ടു ബൈ എ ലോട്ട് ഓഫ് തിങ്സ്. അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. ജോലി ചെയ്ത് ഉണ്ടാക്കണ്ടേ. പേഴ്സണലി അറിയാം, എന്നാലും കാണുന്നവർക്കൊരു എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ വണ്ടി വാങ്ങാൻ വേണ്ടി ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു അതോ പ്യോർ കാർ ക്രേസിൽ നിന്ന് സ്വയം വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണ്? അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. എൻ്റെ ഇതിന് മുമ്പ് SRT ഉണ്ടായിരുന്നു, അതിന് മുമ്പ് ഹമ്മർ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പം നമ്മൾ ഫൈനാൻസ് ബാങ്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മേടിച്ചു. ഒരു ഡോക്ടറാണല്ലോ. അതെ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും അയ്യോ ഇത് നിർത്തണമല്ലോ, ബാങ്കിൽ നിന്ന് മേടിക്കരുത്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. പക്ഷേ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടികൾ, ഏതൊക്കെ വരുന്നോ അതൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ വണ്ടിയില്ല യൂസ് ചെയ്യാൻ, എന്നാൽ ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടി ഇതാണ്. യെസ്. വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും അറിയാനും പാടില്ല മകൻ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടെന്ന്. അല്ല, ഇനി അറിയും, ഈ ഷോയിലൂടെ അറിയും, എന്തായാലും അറിയും. പക്ഷെ എങ്ങനെ മാനേജ് ചെയ്തു ആ ഒരു? അതായത് ഞാൻ ഹോസ്പിറ്റൽ അക്കോമഡേഷനിലാണ് വണ്ടി പാർക്ക് ചെയ്തത് ഇത്രയും നാളായിട്ട്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റാണ് എൻ്റെ താമസമൊക്കെ. അപ്പം എന്തായാലും ഇപ്പം മമ്മി അറിയും. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഡോഡ്ജ് ഞാൻ വിറ്റു, എന്നിട്ട് ഞാനൊരു നിസാൻ വണ്ടിയാണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞു. നിസാൻ സണ്ണിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സണ്ണിയോ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. നിസാൻ മാത്രമേ മമ്മിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ആശ്വസിക്കാനായിട്ട്. ഡോഡ്ജിന്നൊരു നിസാനിലേക്കാണ് പോയത്. മകൻ ഇത്രയും വലിയൊരു കാറാണ് മേടിച്ചതെന്ന് അറിയുമ്പോൾ അത് അറിഞ്ഞിട്ടോ. പക്ഷെ മമ്മിയുടെ അടുത്ത് അങ്ങനെയാണ്. ഞാൻ ആകെ 2 കാര്യങ്ങൾ മാത്രമേ മമ്മിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാതെ ചെയ്തിട്ടുള്ളൂ. ഒന്ന് വണ്ടിയുടെ കാര്യം, പിന്നെ ഒന്ന് പപ്പീസ്. എനിക്ക് പെറ്റ്സോട് ഭയങ്കര താല്പര്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഈ 2 കാര്യം മാത്രമാണ്. ബാക്കിയെല്ലാം ഞാൻ മമ്മിയുടെ അടുത്ത്. നമുക്കിതിന്റെ എഞ്ചിനിലേക്ക് കിടക്കാം. യെസ്. അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് യെസ്, അതായത് ഇത് സ്റ്റോക്കായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ആൽഫ ലോജിക്കിൻ്റെ എംബ്ലമും പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ബ്രോ ഓഫ് വാൽവും ഈ പൈപ്പ് സെറ്റും ഇൻ്റർകൂളറും ഇതൊക്കെയാണ് എക്സ്ട്രാ അഡീഷൻ ആയിട്ട്. ദാറ്റ് ഇൻവോൾവ്സ് ദ ആൽഫ 7+ പാക്കേജ്. അതിൻ്റെ ഉള്ളിൽ ആ ഒരു സൈൻ ഹാൻഡ് ബിൽഡ്. ഇതാണ്. ഇത് ആൽഫ 7+ പാക്കേജ് ഉണ്ടെങ്കിൽ ഇതുണ്ടാവും. ഓക്കെ. അതിൻ്റെ അപ്പുറത്ത് പോവുകയാണെങ്കിൽ ദേ ഹാവ് ടു
modify the engine as well. അപ്പം ഇതാണ് Alpha 7 Plus package. This includes Alpha intercooler, പിന്നെ GT-R Alpha race front mount intercooler ആണ് ഇതിനകത്തുള്ളത്. അത് മാത്രമല്ല 2 blow off valve ഉണ്ട്, 11 piston spring, പിന്നെ injector dynamics ഉണ്ട്. ബൂസ്റ്റ് ലോജിക് എക്സോസ്റ്റ് സിസ്റ്റം നേരത്തെ ഉണ്ടായിരുന്നതാണ്, അത് മാറ്റി HKS ആക്കി. അതിപ്പോൾ റീസെന്റ് വെച്ചത്. അതല്ലാതെ AMS GT-R കാസ്റ്റ് ഡൗൺ പൈപ്സ് ഉണ്ട്. അത് മാത്രമല്ല they give even cob tuning also. GT-R cob tuning which is provided by the Alpha garage ആണ്, Alpha Logic garage ആണ്. അപ്പോൾ ഇവരുടെ അടുത്ത് പോയാൽ മതി, എല്ലാം കൂടി ചെയ്തും തരും, ബില്ലും തരും. ബില്ലിന്റെ കാര്യം നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും സംസാരിക്കാം. എന്തായാലും എഞ്ചിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കട്ടെ. അതാണ് അത് മാത്രമല്ലാതെ നമുക്ക് കസ്റ്റം ട്യൂണിംഗ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. So there are 2 gene maps included in this. One has C16 which is like a racing fuel. അത് ഇവരുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ആൽഫ ലോജിക് ഗറാജിനയിൽ ഉണ്ടാവും. അതല്ലാതെ 98 നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. നമ്മൾ സൂപ്പർ അല്ലാതെ വേറെ ഒരു ഫ്യൂലും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല. ബ്രോ, ഈ ഹെഡ്ലൈറ്റിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ അതോ സ്റ്റോക്ക് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്? ഹെഡ്ലൈറ്റ് സ്റ്റോക്കാണ്, പക്ഷേ പ്രത്യേകിച്ച് നമ്മൾ കുറേ അസിസ്റ്റീവ് ഹെഡ്ലൈറ്റ്സ് ഉണ്ടാവും, അതായത് സ്വിവലിംഗ് ലൈറ്റ്സ് എന്നാണ് അതിന് പറയുന്നത്. അത് GT-Rൽ ഇല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ GT-R ടേണിങ് ചെയ്യുന്ന അത്രയും സ്പീഡിൽ ഈ ലൈറ്റ് മാച്ച് ചെയ്യാൻ പറ്റുന്ന മോട്ടർ ഇല്ല ഇപ്പം. അതുകൊണ്ടാണ് ഇതിനകത്തില്ല. അത്രയും സ്പീഡിൽ ടേൺ ചെയ്ത് വരുന്നത് കൊണ്ട് ആ മോട്ടറിന്റെ സെൻസറിന്റെ ആ ടൈമിംഗ് കിട്ടത്തില്ല ഒരു മോട്ടറിന്. അതുകൊണ്ടാണ് അങ്ങനെ ഇല്ലാത്ത. അതുപോലെ തന്നെ ഇതിന് ഗോഡ്സില എന്നുള്ളൊരു പേര് എങ്ങനെ നിസാൻ? അത് എന്തെന്ന് വെച്ചാൽ ഗോഡ്സില ഇത് പണ്ട് മുതലേ, അതായത് R32 എന്ന് പറഞ്ഞ മോഡലുണ്ട്. R32, R33, R35, R30 അങ്ങനെ മോഡൽസ് ഉണ്ട് GT-Rന്റെ. ഒബ്വിയസ്ലി യു നോ ദാറ്റ്. അപ്പോൾ R32 ആ സമയത്ത് ഓസ്ട്രേലിയയിൽ ഒരു റേസ് ഉണ്ടായിരുന്നു, ബാത്ത്ഹേഴ്സ്റ്റ് റേസ് എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് ഈ GT-R ഇറ്റ് വാസ് സോ ഡോമിനന്റ് ഇൻ ദ റേസ്. അതായത് ദേ ബാൻഡ് GT-R ഫ്രം പാർട്ടിസിപ്പേറ്റിംഗ് ബിക്കോസ് ഓഫ് വിന്നിങ് ഓൾ ദ റേസസ്. ഉള്ള റേസുകളെല്ലാം അടിച്ചു വന്നതിന് ശേഷം അപ്പം അങ്ങനെയാണ് ഇവര് വിചാരിച്ച് ഓക്കെ ഇതൊരു ഗോഡ്സില ആണ്, അതായത് ഒരു സിറ്റിയിലേക്ക് തകർക്കുക, ഫിനിഷ് ഇറ്റ് ഓഫ് ആൻഡ് ഗെറ്റ് ബാക്ക്. സോ അങ്ങനെയാണ് ഗോഡ്സില എന്നുള്ളൊരു പേര് വന്നു. ബ്രോ, ഈ വണ്ടിക്ക് എന്തെങ്കിലും പേരിട്ടിട്ടുണ്ടോ? നോർമലി കാർ ഗൈസ് വണ്ടികൾക്ക് ഓരോ പേരിടുന്ന പരിപാടികളുണ്ട്. പേരിടുന്ന ചടങ്ങ് ഇതുവരെ ആയിട്ടില്ല. ആദ്യം ഞാൻ അമ്മയെ ഒന്ന് കാണിക്കണം, ഇതാണല്ലേ പേര് മേടിച്ച നിസാൻ. എന്നിട്ട് അമ്മയിടും പേരിടും. അതാണ് പേര്. നമുക്ക് ഇതിന്റെ ബാക്കിലേക്ക് ഒന്ന് പോയാലോ? അപ്പൊ ദിസ് ഈസ് ദ ഗോഡ്സിലാസ് ബാക്ക്. എനിക്ക് ഇതിന്റെ ബാക്ക് കണ്ടിട്ട് തന്നെ ഇതിന്റെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ റിങ്സ് ഉണ്ട്, അതാണ് ഏറ്റവും ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അത് എവിടെ നിന്ന് കഴിഞ്ഞാൽ അറിയാം ആ പോകുന്നത് ഒരു നിസാൻ GT-R ആണ്. അത് മാത്രമല്ല ഈ എക്സോസ്റ്റ് ടിപ്സും വീതിയുള്ളതാണ്, വിത്ത് വൈഡ്, അതും ഒരു സ്പെഷ്യാലിറ്റി ആണ്. ഇതും ഈ ഒരു വിങ് സ്പോയിലർ ഇത് നമ്മുടെ കിറ്റിലെ കൂടെ കിട്ടുന്നതാണ്. നിസ്മോ കിറ്റിൽ വരുന്നത്. ഇത് നിസ്മോ സ്പോയിലർ ആണ്. ബാക്കിൽ പറയത്തക്ക വണ്ണം വേറെ ബോഡി കിറ്റ് നിസ്മോടെ തന്നെ വരുന്നതാണ്. ആ ഒരു ഷേപ്പ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ആണ്. ബ്രോ, ഇതിപ്പോൾ നമ്മൾ നിസ്മോ ബോഡി കിറ്റ്, ഇതിൻ്റെ എൻജിൻ എല്ലാം സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊന്നൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഇതിൻ്റെ എൻജിനും ഗിയർ ബോക്സും നമുക്ക് പെട്ടെന്ന് വേറൊരു നിസാൻ GT-Rന്റെ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും? എന്താ അതിൻ്റെ ഒരു, അതായത് ഓരോരോ GT-Rന് ഇൻഡിവിജ്വൽ GT-Rന് ഗിയർ ബോക്സും എഞ്ചിനും മാച്ച്ഡ് ആണ്. അതുകൊണ്ട് വേറെ ഇപ്പം ഈ GT-Rന്റെ എഞ്ചിനും വേറെ GT-Rന്റെ ഗിയർ ബോക്സും തമ്മിൽ മാച്ച് ആവില്ല, ചേരില്ല. അങ്ങനെ അപ്പോൾ ഇതിനൊരു ഗിയർ ബോക്സിനൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ എഞ്ചിനും മാറ്റേണ്ടി വരും എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഒന്നും വരാതിരിക്കട്ടെ. പക്ഷെ അങ്ങനെയാണ് ഇപ്പോ ഗിയർ ബോക്സ് മാറ്റുമ്പോൾ അതിന്റെ കൂടെ എഞ്ചിൻ ചേഞ്ച് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഇതെന്നാ ഡ്രാഗിന് ഇറക്കുന്നത്? റോട്ടിൽ ഇപ്പൊ ഇറക്കിയതേ ഉള്ളൂ. സീസൺ ആയല്ലോ, ഇനി നോക്കണം. ഇത് കുറച്ചും കൂടി ഒരു മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റണം എനിക്ക്. എന്താണ് ഞാൻ നെക്സ്റ്റ് പ്ലാൻ ചെയ്യുന്നത്? നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുമ്പം ഒബ്വിയസ്ലി ഇപ്പം ഐ ജസ്റ്റ് ഗോട്ട് ഇറ്റ്, ഒരു മാസം മുമ്പല്ലേ കിട്ടിയതുള്ളൂ. അതുകൊണ്ട് ഇതൊന്ന് എൻജോയ് ചെയ്യണം. ഐ വോണ്ട് ടു ലേൺ മോർ. ഇത് മേടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറേ GT-Rനെ പറ്റി വായിക്കുന്നത്. ആക്ച്വലി ഇറ്റ്സ് വാട്ട് വെൻ യു ഹാവ് ഇറ്റ് യു നീഡ് ടു നോ ഇറ്റ്.
only then അങ്ങനെയാണ് ഇവിടെ. അപ്പം പിന്നെ ഐ എം സ്റ്റിൽ റീഡിങ് എ ലോട്ട് അബൌട്ട് ഇറ്റ്. Okay. You planning to upgrade the engine or? Yeah, ഇനി Alpha 7+ എന്ന് ചിലപ്പം 9 ആവാം, 10 ആവാം, 12 ആവാം. അൺലിമിറ്റഡ് മോഡിഫിക്കേഷൻ ഉള്ള വണ്ടിയിലെ എഞ്ചിൻ വരെ മാറ്റിയാണ് ഈ GT-R. അതുകൊണ്ടാണ് പല പേരും ഇത് മേടിക്കാനുള്ള. അല്ല, ഏത് കാർ ഭ്രാന്തനോട് സംസാരിച്ചു കഴിഞ്ഞാലും അത് എത്ര കാറുകൾ മേടിച്ചാലും പോർഷെ GT-RSോ അല്ലെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ ഒരു മെക്ലാറിനോ ലാംബോർഗിനോ എന്തൊക്കെ പറഞ്ഞാലും അവസാനം പറയുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് നിസാൻ GT-R. എന്തൊക്കെ വാങ്ങിയാലും ഇവൻ അതിനെല്ലാം ഓടിച്ചു പിടിക്കും എന്ന് പറയുന്നത്. സർപ്രൈസിംഗ്ലി ഇറ്റ്സ് ആൻ അമേസിംഗ് കാർ. നമ്മളപ്പോൾ വണ്ടിയെ പറ്റിയിട്ട് ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ബ്രോക്ക് എന്താണ് ഞങ്ങളുടെ വണ്ടിഫൈഡിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്? അതായത് ഇപ്പം എനിക്ക് ഇത്രയും എൻ്റെ ഡ്രീം കാർ മേടിക്കാൻ പറ്റുമെന്ന് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് സാധിക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ നമ്മൾ അത്രയും എക്സ്പെൻസീവ് ആണ്, ഇത് നമുക്ക് കൊണ്ട് പറ്റില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മലയാളികളാണ്, നമ്മുടെ ബ്ലഡിൽ വണ്ടിയോട് ഒരു ക്രേസ് ഉണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് ഏകദേശം 10-12 വർഷമായി ഈ ഡ്രീം കൊണ്ട് നടന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് സാധിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഇറ്റ് ഈസ് പോസിബിൾ. ജസ്റ്റ് ഡ്രീം ബിഗ്, ദെൻ യു ക്യാൻ മേക്ക് ബിഗ്, വർക്ക് ഹാർഡ് and you can get the best out of it. ഇതാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത് എപ്പോഴും. ഞാനും ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഞങ്ങൾ തമ്മിൽ കണക്റ്റ് ആവുന്നത് തന്നെ ഒരു കാറിൻ്റെ ഒരു കോൺവെർസേഷനിൽ നിന്നാണ്. അത് സത്യം. അപ്പോൾ അന്ന് മുതലേ കാണുന്നതാണ് ആ ഒരു കാർ കൾച്ചർ. സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങണം, അത് പണിയണം, അതൊരു പ്രത്യേക ഒരു ഫീലാണ്. അത് എല്ലാവർക്കും വരണം, അതെല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും കിട്ടും. അതാണ് താങ്ക്സ് ടു വണ്ടിഫൈഡ്. നിങ്ങളെല്ലാവരും ഈ ഷോയിൽ വരുന്നതിൽ വളരെയധികം സന്തോഷം. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇത് കാണാൻ പറ്റുന്നതിൽ തന്നെ വലിയൊരു കാര്യം. വന്ന് ഷെയർ ചെയ്യുന്നതിനും എല്ലാത്തിനും താങ്ക്സ് ടു യു. ആൻഡ് ആസ് ദീപു ഈസ് സെയിങ്, ഗെറ്റ് വണ്ടിഫൈഡ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ, അപ്ഗ്രേഡ്സ് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ കം ആൻഡ് ഗെറ്റ് വണ്ടിഫൈഡ്.